പാണ്ടികശാലയിൽ മണ്ണിടിഞ്ഞ് പ്രദേശം ആബിദ് ഹുസൈൻ തങ്ങൾ MLA നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പാണ്ടികശാല ചേലവളവ് ഇറക്കത്തിലാണ് കഴിഞ്ഞ ദിവസം കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായത്. ഏതാണ്ട് 50 മീറ്ററോളം ഉയരത്തുള്ള കുന്നിടിച്ചാണ് ഇവിടെ സർവീസ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതാകട്ടെ കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷാ നിലയിലാക്കിയിട്ടുമില്ല. മണ്ണെടുത്ത നിലയിൽ അതേപടി നിലനിൽക്കുകയാണ്. ഇവിടെ റോഡിലേക്ക് കല്ലും മണ്ണും ഇടിഞ്ഞു വീഴുന്നത് സ്ഥിരം കാഴ്ചയാണ്. നടപ്പാത പോലും ഒരുക്കാതെ അപകടമായ രീതിയിലാണ് JCB ഉപയോഗിച്ച് റോഡിൽ നിന്നും മണ്ണ് മാറ്റിയത്. മണ്ണ് ഇടിഞ്ഞ വീണ ഭാഗത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് തൂക്കിയിട്ട് പോയതല്ലാതെ മറ്റ് നടപടികളൊന്നും എടുത്തിട്ടില്ലെന്നായിരുന്നു നാട്ടുകാരുടെ പരാതി. നിലവിൽ ഇടിഞ്ഞു ചാടിയ സ്ഥലത്ത് ഏത് നിമിഷവും വീണ്ടും മണ്ണിടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. വീടുകൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണി ഉണ്ടാക്കുന്ന ഇടമാണ്. ആബിദ് ഹുസൈൻ തങ്ങൾ MLA നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകടങ്ങൾ മുന്നിൽ കണ്ട് വേണ്ട നടപടി എടുക്കുന്നതിനുള്ള ശ്രമം നടത്തുമെന്നും MLA അറിയിച്ചു. പ്രയാസങ്ങൾ ഇങ്ങനെ ആ ദുരിതങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ പിന്നെ എന്താണ് രണ്ടത്താണ് ബൈപ്പാസ് ഇല്ലാത്ത പ്രശ്നമുണ്ട്, അണ്ടർപാസ് ഇല്ലാത്ത പ്രശ്നമുണ്ട്. കുറ്റിപ്പുറത്ത് ഇവിടെ പിന്നെ എന്താണ് മണ്ണെടുത്ത് താഴ്ത്തിയത് കൊണ്ട് വീട് പൊളിഞ്ഞെടുത്ത് താമസയോഗ്യമല്ലാത്ത പ്രയാസങ്ങളുണ്ട്. അതൊക്കെ ഉണ്ട്. അതിനിടയ്ക്കാണ് കഴിഞ്ഞ 2-3 ദിവസമായി പ്രളയം ഉണ്ടാവുകയും അതിൽ ഭയങ്കര മഴ ഉണ്ടാകുകയും ഒക്കെ ചെയ്തത് കൊണ്ടുണ്ടായ പ്രയാസങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. നാടൊട്ടാകെ വയനാടുമായി ബന്ധപ്പെട്ട പിന്നെ പ്രളയവുമായി ബന്ധപ്പെട്ട പ്രയാസത്തിലാണ്. നമ്മളും ആ പ്രയാസത്തിൻ്റെ പിന്നെ അനുഭവത്തിൽ തന്നെയാണ്. ഇതിൻ്റെ പ്രയാസങ്ങൾ പങ്കിടുകയാണ്. അപ്പം ഒട്ടേറെ ആളുകളെ ഇനിയും ലഭിക്കാനുണ്ട്, പ്രദേശങ്ങളിൽ എത്തപ്പെടാനുണ്ട്. പട്ടാളവും ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളുമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നേരിട്ട് കാണാൻ കഴിഞ്ഞു. മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് 12ാം വാർഷികാനുബന്ധിച്ച് ഒരു അടിപൊളി ഓഫർ. എന്താന്നല്ലേ, 1/2 പവൻ മുകളിലെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം. 17,000 മുതൽ 1 ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ. 1 ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം. അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ്സിന് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വെള്ളി ആഭരണങ്ങൾക്ക് 25% മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് 50% മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. 1 ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആന്റിക് ആൻഡ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന 3 വെഡിംഗ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം. അതായത് ഫസ്റ്റ് പ്രൈസ് 100%, സെക്കൻഡ് പ്രൈസ് 50%, തേർഡ് പ്രൈസ് 25% പണിക്കൂലിയിലാണ്. ജൂലൈ 31 വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം. അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ്, സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ്, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്.